പ്രിയ പ്രേക്ഷകരെ, സമയം 7 മണി കഴിഞ്ഞ് 9 കടുത്ത ചൂടിൽ വലയുകയാണ് നമ്മുടെ സംസ്ഥാനം. ഇന്നും ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ്. ഇത് എങ്ങോട്ടായി ഈ പോക്ക് അല്ലേ? ഉഷ്ണതരംഗ മുന്നറിയിപ്പില്ലെങ്കിലും താപനില ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് 11 മണിക്ക് യോഗം ചേരും. കടുത്ത ചൂടിനിടെ പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നതും ജനങ്ങളെ വലയ്ക്കുന്നുണ്ട്. ആ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിന് നഗരവ്യത്യാസമോ ഗ്രാമവ്യത്യാസമോ ഒന്നുമില്ല. നല്ല ഉപഭോഗമുള്ള സ്ഥലങ്ങളിലെല്ലാം പല സമയങ്ങളിലായിട്ട് വൈദ്യുതി മുടങ്ങുന്നുണ്ട്. പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം അപ്രഖ്യാപിതമായിട്ട് സംഭവം നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള അപേക്ഷയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനം നീട്ടിയതും KSEBക്ക് തിരിച്ചടിയായി. ഈ കാലത്ത് വേണോ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് ഈ പരിപാടി? ഈ പാവപ്പെട്ട ജനങ്ങളെ രാത്രിയിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗിൽ വലയുകയാണ്. എത്രയും പെട്ടെന്ന് തീരുമാനം കൊടുത്താൽ കുറച്ച് വൈദ്യുതിയും കൂടി KSEBക്ക് വാങ്ങാം, കുറച്ച് ഫാൻ കൂടി കറങ്ങും. പ്രിയപ്പെട്ടവരെ, ഗോപാൽ ശില സനലും ഷാബാസ് അഹമ്മദും എസ് ശരത്തും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഗോപാലിലേക്ക്. ഒരുപാട് പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് KSEB എന്നറിയുന്നത്. ഗോപാൽ, കനത്ത ചൂട് ഇന്നും തുടരാനാണ് സാധ്യത. നിലവിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പൊന്നുമില്ല എങ്കിൽ പോലും വലിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. KSEB ആണെങ്കിൽ വൈദ്യുതി ക്ഷാമം വല്ലാതെ രൂക്ഷമായി അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് കൂടുതൽ ഉപഭോഗമുള്ള സമയങ്ങളിൽ വൈദ്യുതി കണ്ടെത്താൻ KSEBക്ക് കഴിയുന്നില്ല. റെഗുലേറ്ററി കമ്മീഷൻ ആവട്ടെ 250 മെഗാവാട്ട് കൂടി വാങ്ങാനുള്ള അനുമതി കൊടുത്തിട്ടുമില്ല. എന്ത് ചെയ്യും KSEB? പെട്ടോ മല്ലയ്യ നമ്മൾ. ഗോപാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഒരു ഐഡിയയുമില്ല ഈ ഘട്ടത്തിൽ KSEBക്ക് എന്നുള്ളതാണ് കാരണം. ഒരു വശത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് എന്ന ആരോപണം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. മറുവശത്ത് ഈ വൈദ്യുതി ഉപയോഗം ഇങ്ങനെ കുത്തനെ ഉയരുമ്പോൾ അതിനെ എങ്ങനെ തടഞ്ഞു നിർത്തും, അതിനെങ്ങനെ പ്രതിവിധി കണ്ടെത്തും എന്ന തരത്തിലേക്കുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു. ആ ഘട്ടത്തിലാണ് വേനൽ ഇങ്ങനെ സംസ്ഥാനത്തുടനീളം പിടിമുറക്കുന്നത്. പല ഇടങ്ങളിലും, സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും രാത്രികാലങ്ങളിൽ 10-15 മിനിറ്റ് ലോഡ് റെസ്ട്രിക്ഷൻ എന്ന പേരിൽ അപ്രഖ്യാപിതമായി കറണ്ട് കട്ടുകൾ ഉണ്ടാകുന്നു. രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്ന തരത്തിലേക്കുള്ള പരാതികളൊക്കെ പൊതുജനങ്ങളെല്ലാം തന്നെ ഉന്നയിക്കണം. നമുക്കിവിടെ ഒരു കൂട്ടം ചേട്ടന്മാരുണ്ട്, ഇവരോടൊന്ന് ചോദിച്ച് നോക്കാവുന്നതാണ്. ചേട്ടാ, ഈ ലോഡ് ഷെഡിങ് ഉണ്ടോ ഇപ്പോൾ രാത്രി ചൂടത്തുള്ള സമയത്ത്? ലോഡ് ഷെഡിങ് കറക്റ്റായിട്ട് അറിയില്ല. കറണ്ടൊക്കെ പോകുന്നുണ്ടോ? കറണ്ടൊക്കെ പോകുന്നുണ്ട് ചെറുതായിട്ട്. ഈ ചൂടത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ ഫാൻ കൂടി ഇല്ലാതാകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്, തീർച്ചയായും ബുദ്ധിമുട്ടാണ്. സർക്കാരൊക്കെ പറഞ്ഞത് 10 വർഷം ലോഡ് ഷെഡിങ് ഉണ്ടായില്ല എന്നാണ്. ഇലക്ഷൻ വരുന്നതിന് മുൻപ് വരെ പവർ കട്ടില്ല എന്ന് പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം രാത്രി ഉച്ചക്ക് എന്താ പറയുക, വേർത്തൊലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി വേർത്തൊലിക്കലാണ്. പക്ഷേ ഇലക്ഷന് ശേഷം ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വോട്ട് പോയി കിട്ടിയില്ലേ, വോട്ട് പെട്ടിയിലായില്ലേ, എല്ലാം കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞു. ചൂട് എങ്ങനെ സഹിക്കാൻ പറ്റുന്നുണ്ടോ? സഹിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഒരു AC വെച്ച് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്ത് തന്നെ കറണ്ട് ബില്ല് വരുമ്പോൾ 13,000-14,000. ഇൻസ്റ്റാഗ്രാമിലൊക്കെ 15,000-ൻ്റെ ബില്ല് വെച്ചിട്ട് റീല് വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിനുണ്ട് അനുഭവം. 17,000-ഓളം വരുന്ന ബില്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്കാണ് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കേരളം മാറിക്കഴിഞ്ഞു. നോ കമൻറ്റ്സ്. ചേട്ടാ, ചൂട് എന്താ അവസ്ഥ? ചൂടൊന്നും പറയണ്ട, ചൂട് അങ്ങനത്തെ ചൂടാ. റോഡിലൊന്നും നടക്കാൻ പറ്റുന്നില്ല, അത്ര ചൂടല്ലേ. വീട്ടിൽ പാവപ്പെട്ടവരുടെ വീട്ടിൽ കിടക്കാനേ പറ്റില്ല, അത്രയും കഷ്ടപ്പാടാ. രാവിലെ 11 തൊട്ട് 3 മണി വരെ പുറത്തിറങ്ങരുത്, പൊതുസ്ഥലത്ത് ജോലി ചെയ്യരുതെന്നൊക്കെ അറിയിപ്പുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമാണ്. നമുക്ക് പണിയെടുത്താലേ ജീവിക്കാൻ പറ്റൂ. വീട്ടിൽ കിടന്നിട്ട് കാര്യമല്ലേ, അതുകൊണ്ടാണ് പണിക്ക് വന്നത്. ശരിയാണ്. ഈ ചേട്ടാ, ഈ കറണ്ട് കട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? അപ്പോൾ അത്തരത്തിൽ ഇവരിങ്ങനെ പറയുകയാണ് എല്ലാവർക്കും ഒരേ ഈ വിഷയത്തിൽ എല്ലാവർക്കും നല്ല ചൂടാണ്. ഇടയ്ക്കിടയ്ക്ക് അത് ഉച്ചയ്ക്കും ഒക്കെ കറണ്ട് പോകുന്നുണ്ട്, വൈകുന്നേരം കറണ്ട് പോകുന്നുണ്ട്. മാത്രമല്ല ചില മെസ്സേജുകളൊക്കെ വരും, നിങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ട് 2-3 മണിക്കൂർ. ഈ 2-3 മണിക്കൂർ എന്നുള്ളത് 4-5 മണിക്കൂറായിട്ടൊക്കെ ചിലയിടങ്ങളിൽ മാറുന്നുണ്ട്. കോഴിക്കോട്ടും ഒക്കെ വലിയ രീതിയിൽ ഇതേപോലെ വൈദ്യുതി പ്രതിസന്ധി നേരിടുന്നുണ്ട്.